വിദേശ കമ്പനികളുടെ വില കൂടിയ സോപ്പുകൾ മാത്രം അടക്കി വാണിരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ സ്വന്തം വീടിന് മുറ്റത്ത് വെച്ച് സോപ്പ് പൊടി ഉണ്ടാക്കി സൈക്കിളിൽ കെട്ടിവെച്ച് വിറ്റ് നടന്ന ഒരു സാധാരണക്കാരനുണ്ടായിരുന്നു. കർസൻഭായ് പട്ടേൽ എന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കോടികളിറക്കി മാർക്കറ്റിംഗ് ചെയ്ത വിദേശ കുത്തകകളെ ഒരു സൈക്കിൾ യാത്ര കൊണ്ട് മുട്ടുകുത്തിച്ച ആ ബ്രാൻഡാണ് സാക്ഷാൽ നിർമ്മ. 1960കളുടെ അവസാന കാലഘട്ടത്തിൽ മാർക്കറ്റിലുണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ സർഫ് പോലെയുള്ള വിദേശ സോപ്പ് പൊടികൾക്ക് കിലോയ്ക്ക് 13 രൂപയായിരുന്നു വില. അക്കാലത്ത് ഏതാണ്ട് 1 ഗ്രാം സ്വർണത്തിന് തുല്യമായ വില. ഒരു സാധാരണ കുടുംബത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു തുകയായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരവുമായിട്ടാണ് കർസൻഭായ് പട്ടേൽ എന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ രംഗത്തെത്തുന്നത്. ഒരു കെമിസ്റ്റായിരുന്ന അദ്ദേഹം സ്വന്തം വീടിൻ്റെ പിന്നാമ്പുറത്ത് വെച്ച് മികച്ച ഗുണനിലവാരമുള്ള ഒരു മഞ്ഞ സോപ്പ് പൊടി ഉണ്ടാക്കി. വിദേശ കമ്പനികൾ 13 രൂപയ്ക്ക് വിറ്റപ്പോൾ അദ്ദേഹം അത് വെറും 3 രൂപയ്ക്കാണ് വിറ്റത്. ദിവസവും ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ സൈക്കിളിൽ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് അദ്ദേഹം ഇത് വിറ്റത്. ഉപയോഗിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിൽ കാശ് തിരികെ തരാം എന്നൊരു ഗ്യാരണ്ടിയും അദ്ദേഹം വീട്ടമ്മമാർക്ക് നൽകി. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഇമോഷണൽ കണക്ഷൻ അദ്ദേഹം ആ പൊടിക്ക് നൽകിയ പേരായിരുന്നു. അപകടത്തിൽ മരിച്ചുപോയ തൻ്റെ പ്രിയപ്പെട്ട മകൾ നിരുപമയോടുള്ള സ്നേഹസൂചകമായിട്ടായിരുന്നു അദ്ദേഹം അതിന് നിർമ്മ എന്ന് പേരിട്ടത്. ആ കവറിൽ കാണുന്ന വെളുത്ത ഫ്രോക്കിട്ട പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു. കുറഞ്ഞ വിലയും മികച്ച ഗുണമേന്മയും ഒപ്പം തൻ്റെ പ്രൊഡക്റ്റിലുള്ള പൂർണ്ണ വിശ്വാസവുമാണ് കർസൻഭായിയുടെ നിർമ്മയെ ഒരു കാലത്ത് സർഫിനെ പോലും മുട്ടുകുത്തിച്ച് ബ്രാൻഡാക്കി മാറ്റിയത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ പൂർണ്ണ വിശ്വാസവും ഇന്നവേറ്റീവ് ഐഡിയയും നല്ലൊരു മാർക്കറ്റിംഗ് ടീമും കൂടെയുണ്ടെങ്കിൽ ഏത് മൾട്ടിനാഷണൽ കമ്പനിയും മുട്ടുകുത്തിക്കാമെന്നതിന് ഒരു സംശയവും വേണ്ട.